വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഐറിഷ് ഫ്രേസസ് ആൻഡ് സ്ലാങ്സിനെ കുറിച്ച് നെക്സ്റ്റ് വീഡിയോ ചെയ്യാനാണ്. എൻ്റെ കഴിഞ്ഞ വീഡിയോസ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. എൻ്റെ കഴിഞ്ഞ വീഡിയോയ്ക്ക് വളരെ നല്ലൊരു റെസ്പോൺസാണ് കിട്ടിയത്. അതുപോലെ തന്നെ 1K വ്യൂസ് എൻ്റെ വീഡിയോയ്ക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്നത്. അപ്പം അതിനെല്ലാം ഞാൻ എൻ്റെ വ്യൂവേഴ്സിനോട് ഒത്തിരി താങ്ക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന ഫസ്റ്റ് ഫ്രേസ് സ്റ്റോപ്പ് ദ ലൈറ്റ്സ്. സ്റ്റോപ്പ് ദ ലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം അതൊരു ആശ്ചര്യ സ്വഭാവത്തെ സൂചിപ്പിക്കുന്ന ഒരു ഫ്രേസാണ് സ്റ്റോപ്പ് ദ ലൈറ്റ്സ്. മീനിങ് സീരിയസ്ലി, അല്ലെങ്കിൽ അൺബിലീവബിൾ ഓർ ഷോക്കിംഗ്, അല്ലെങ്കിൽ റിയലി എന്നൊക്കെ നമ്മൾ ചോദിക്കില്ല. അപ്പോൾ ആ ഒരു മീനിങ്, അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഷോക്കിംഗ് രീതിയിലാണ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ സ്റ്റോപ്പ് ദ ലൈറ്റ്സ്, യു വോണ്ട് ദ ലോട്ടോ. അപ്പം ശരിക്കും നിനക്ക് ലോട്ടറി അടിച്ചോ, ആ ഒരു മീനിങ്. അല്ലെങ്കിൽ ഇപ്പം ഒരു ക്യൂരിയസ് രീതിയിൽ ആണ് ഇപ്പം ആ ഒരു ഫ്രേസ് യൂസ് ചെയ്യുന്നെങ്കിൽ സ്റ്റോപ്പ് ദ ലൈറ്റ്സ്, ഡിഡ് ഹി ടെൽ ദാറ്റ് ഹർ. അപ്പം അതാണ് ഒരു ക്യൂരിയസ് രീതിയിൽ. അല്ലാതെ ഇപ്പം ഇപ്പം ഒരു വാവ് രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ സ്റ്റോപ്പ് ദ ലൈറ്റ്സ്, ലുക്ക് അറ്റ് ദ സൈസ് ഓഫ് ദ കേക്ക്. ആ ഒരു രീതിയിൽ നമ്മൾ ഈ ഫ്രേസ് യൂസ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് വൺ ഈജിപ്റ്റ്. ഈജിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫണ്ണി രീതിയിൽ ഇഡിയറ്റ് എന്ന് മീൻ ചെയ്യുന്ന ഫ്രേസാണ് ഈജിപ്റ്റ്. അപ്പോൾ അതൊരു സെൻറ്റൻസ് ആയിട്ട് പറയുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഐറിഷ് ഫ്രണ്ട്സ് ഒക്കെ പറയാം, ഓ ഡോണ്ട് മൈൻഡ് ഹിം, ഹി ഈസ് ജസ്റ്റ് ആൻ ഈജിപ്റ്റ്. ഈജിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫണ്ണി വേ ഓഫ് കോളിംഗ് ഇഡിയറ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ ലീവ് ഇറ്റ് ഔട്ട്. ലീവ് ഇറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ അതൊരു സീരിയസ് ടോണാണ്. അതായത് ഇപ്പം രണ്ടുപേര് ആർഗ്യ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരാളോട് ആർഗ്യ ചെയ്യുന്നു. അപ്പം നമ്മൾ ഒരാൾ ചെന്ന് അതിനിടയ്ക്ക് പറയുകയാണ് ലീവ് ഇറ്റ് ഔട്ട്. ലീവ് ഇറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ഇറ്റ്, അല്ലെങ്കിൽ കം ഓഫ് ഇറ്റ്, നിർത്ത് എന്നുള്ള മീനിങ് ആണ് ലീവ് ഇറ്റ് ഔട്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ഹി ഈസ് ബിഗ് തിക്ക്, അല്ലെങ്കിൽ തിക്ക് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ബിഗ് തിക്ക് എന്നൊരു മീനിങ്, എന്നൊരു ഫ്രേസ്. ഈ ഒരു ഫ്രേസിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ അവനൊരു ഇച്ചിരി തടി കൂടുതലാണ്, ആ ഒരു ഇതല്ല വരുന്നത് കേട്ടോ. ഹീസ് ബിഗ് തിക്ക് എന്ന് പറഞ്ഞാൽ അവൻ അത്ര ടാലൻറ്റഡ് അല്ല, അല്ലെങ്കിൽ അവനൊരു അത്ര സ്മാർട്ട് അല്ല, അല്ലെങ്കിൽ ഒരു സ്ലോ ലേണറാണ്. ആ ഒരു മീനിങ് ആണ് നോട്ട് ബിഗ് തിക്ക് എന്ന ഫ്രേസ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ക്ലാസ്. ക്ലാസ് എന്ന് പറഞ്ഞാൽ ഗുഡ്, റിയലി ഗുഡ്, അല്ലെങ്കിൽ അമേസിങ്. അപ്പോൾ അതൊരു സെൻറ്റൻസ് ആയിട്ട് പറഞ്ഞാൽ ദാറ്റ് മൂവി വാസ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ആ മൂവി വളരെ നല്ലതായിരുന്നു, അല്ലെ വളരെ ഭംഗിയുള്ളതായിരുന്നു, അല്ലെങ്കിൽ വളരെ എൻ്റർടൈൻ ചെയ്തു എന്നുള്ള മീനിങ് ആണ് ക്ലാസ് എന്ന് പറയുന്ന ഫ്രേസ് കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഗാർഗിൾ. ഗാർഗിൾ എന്ന് പറയുന്നത് കൂടുതലായിട്ടും ഡബ്ലിൻ സൈഡിലൊക്കെ കേൾക്കുന്ന ഒരു ഫ്രേസാണ് ഗാർഗിൾ. ഗാർഗിൾ എന്ന് പറഞ്ഞാൽ ആൽക്കഹോൾ ഓർ ഡ്രിങ്ക്സ്. അപ്പോൾ അതൊരു സെൻറ്റൻസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഐ ആം ഗോയിങ് ഔട്ട് ഫോർ ഫ്യൂ ഗാർഗിൾ ടുനൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് കുറച്ച് ഡ്രിങ്ക്സ് വേണ്ടി ഞാൻ പുറത്തു പോവുകയാണ്. ഓക്കെ, അതാണ് ഗാർഗിൾ എന്ന ഇതുകൊണ്ട് മീനിങ് കൊണ്ട് ഫ്രേസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, പിന്നെ ഡോങ്കി സിയസ്. ഡോങ്കി സിയസ് എന്ന് പറഞ്ഞാൽ കഴുത വർഷം എന്നൊന്നുമല്ല. ഡോങ്കി സിയസ് എന്ന് പറഞ്ഞാൽ ഇൻ എ ലോങ് ടൈം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ നിന്നെ കണ്ടിട്ട് ഒത്തിരി നാളായല്ലോ എന്ന് നമ്മൾ പറയുമല്ലോ, ആ ഒരു മീനിങ്ങിനെ ഉൾക്കൊള്ളിക്കാനുള്ള ഒരു ഐറിഷ് ഫ്രേസാണ് ഡോങ്കി സിയസ്. അപ്പോൾ അതൊരു സെൻറ്റൻസ് ആയിട്ട് പറഞ്ഞാൽ ഐ ഹാവൻറ്റ് സീൻ യു ഇൻ എ ഡോങ്കി സിയസ് എന്ന് പറയാം. അതൊരു പാസ്റ്റ് ടെൻസ് ആയിട്ടാണ് എപ്പോഴും നമ്മളത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ എയ്റ്റ് ദ ഹെഡ് ഓഫ് മീ. എയ്റ്റ് ദ ഹെഡ് ഓഫ് മീ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പലർക്കും പിടികിട്ടി കാണും, എൻ്റെ തല തിന്നു. അത് തന്നെയാണ് ഇതിൻ്റെ മീനിങ്. ഇപ്പം നമ്മളൊക്കെ പറയുമല്ലോ, ഓ അവൻ എൻ്റെ തല തിന്നു. അപ്പോൾ ആ സെയിം മീനിങ് തന്നെയാണ് ഇതിന് വരുന്നത്. അപ്പോൾ അതൊരു സെൻറ്റൻസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഐ കെയിം ലേറ്റ് ആൻഡ് ദ മാനേജർ എയ്റ്റ് ദ ഹെഡ് ഓഫ് മീ. ഞാൻ ലേറ്റ് ആയിട്ട് വന്നു, അതുകൊണ്ട് മാനേജർ എൻ്റെ തല തിന്നതായിട്ട്. ഇപ്പോൾ ഒരാൾ നമ്മളെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നു, ആ ഒരു സെയിം മീനിങ് ആണ്
ate the head of me എന്നുള്ള ഫ്രേസ് കൊണ്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത്രയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്ന ഫ്രേസസ്. അപ്പം ഇത് നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഐറിഷ് മേഖലയിൽ, ഐ മീൻ അയർലൻഡിൽ വർക്ക് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. തുടർന്നും എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾ കാണുക. ഈ സപ്പോർട്ട് എനിക്ക് തുടർന്നും നിങ്ങൾ തരിക. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.